ഇപ്പം നെല്ലിക്കയൊക്കെ ധാരാളമായിട്ട് കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നെല്ലിക്ക വാങ്ങി ഈ രീതിയിൽ അച്ചാറിട്ട് വെക്കുവാണെങ്കിൽ വർഷം മുഴുവൻ നമുക്ക് പൂപ്പലൊന്നും കൂടാതെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി മറക്കാതെ പറയുക. അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ നെല്ലിക്ക നന്നായിട്ട് കഴുകി ഒരു സ്റ്റീമറിൽ 15 മിനിറ്റ് ആവി കയറ്റി എടുത്തേക്കുന്നതാണ്. അങ്ങനെ ആവി കയറ്റി എടുക്കുമ്പോൾ ഇതുപോലെ ഇത് നന്നായിട്ടൊന്ന് വിട്ട രീതിയിൽ വരും. ഇനി ഇത് നമുക്കിത് ഓരോ ഇതളായിട്ട് അടർത്തിയെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഈ രീതിയിൽ ഓരോന്നും ഇതളുകൾ തിരിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ കുരു നമുക്ക് ആവശ്യമില്ല, കുരു നമുക്കങ്ങ് മാറ്റി വെക്കാം. ഇതുപോലെ ഇത് മുഴുവനും നമുക്കൊന്ന് പൊളിച്ചെടുക്കാം. ഇനി അച്ചാറിലേക്ക് ചേർക്കേണ്ട വെള്ളമൊക്കെ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുത്ത് വെക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കൂടെ തന്നെ ഒരു 3/4 കപ്പ് വിനീഗറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗവിലോട്ട് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി അച്ചാർ തയ്യാറാക്കാനുള്ള ഒരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് സ്റ്റൗ ഓണാക്കി കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അച്ചാർ ഇടാൻ എപ്പോഴും നല്ലെണ്ണ തന്നെയാണ് നല്ലത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടർത്തി വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ ആ നെല്ലിക്കയിലുള്ള വെള്ളത്തിൻ്റെ അംശമെല്ലാം നന്നായിട്ട് മാറിക്കിട്ടും. അപ്പോൾ നമ്മൾ പതുക്കെ സാവകാശം വേണം ഇതുപോലെ ഇളക്കി കൊടുക്കാനായിട്ട്. ഇങ്ങനെ എല്ലാ ഭാഗവും നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 5 മിനിറ്റ് സമയം നമ്മൾ എണ്ണയിലിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയിരിക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ ചുള വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു 3 വലിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പം അച്ചാറിലേക്കുള്ള വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് തന്നെ മൂപ്പിച്ചാണ് ഞാൻ എടുക്കാറ്. അപ്പോൾ നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അച്ചാർ ഇട്ട് വെക്കാനുള്ള കുപ്പിയൊക്കെ നന്നായിട്ടൊന്ന് വെയിലത്ത് വെച്ച് ഒരു 2 മണിക്കൂർ നന്നായിട്ട് വെയിൽ കൊള്ളിച്ച് ഉണക്കിയെടുക്കണം. ഉണങ്ങിയിരിക്കുന്ന കുപ്പിയാണെങ്കിലും നന്നായിട്ടൊന്ന് വെയിൽ കൊള്ളിച്ചെടുത്തിട്ട് അതിൽ വേണം അച്ചാർ ഇട്ട് വെക്കാൻ. എങ്കിൽ മാത്രമേ ഉള്ളൂ അച്ചാർ ഒട്ടും തന്നെ പൂപ്പലൊന്നും ഇല്ലാതെ നമുക്ക് വർഷം മുഴുവൻ പുറത്ത് തന്നെ സൂക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒരുവിധം ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ കറിവേപ്പില മൂപ്പിച്ചെടുക്കണം. ഒട്ടും തന്നെ വെള്ളമയമൊന്നും അതിലുണ്ടാവരുത്. അപ്പോൾ കറിവേപ്പില മൂത്ത് വരുന്ന ഒരു സമയം നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നല്ല പാകത്തിന് തന്നെ നമുക്ക് മൂത്ത് കിട്ടും. ഇപ്പോൾ ഇവിടെ എല്ലാം നന്നായിട്ട് തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഒരു 4 വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചതാണ്, അതൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. ഈ ഒരു ചൂട് മതി വറ്റൽമുളക് നമുക്ക് മൂത്ത് കിട്ടാനായിട്ട്. അങ്ങനെയാവുമ്പോൾ ആ വറ്റൽമുളകിൻ്റെ കളറൊന്നും മാറാതെ തന്നെ നന്നായിട്ട് നമുക്ക് മൂത്ത് കിട്ടും. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. ഇനി നമുക്ക് അച്ചാറിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചിയുടെ പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ചാലിച്ചെടുക്കാം. ഇങ്ങനെ ചാലിച്ചെടുത്തത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വെള്ളം ഒഴിച്ച് ചാലിച്ചിട്ട് നമ്മൾ ഇടുവാണെങ്കിൽ പൊടി ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ കിട്ടും. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇവിടെ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ അരപ്പിനുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. നമ്മൾ വിനാഗിരിയൊക്കെ തിളപ്പിച്ചപ്പോൾ അതിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അരപ്പിന് ഉപ്പ് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, 2 ടീസ്പൂൺ കടുക് പരിപ്പ് ഇതും കൂടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ സമയം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഈ പാനിൻ്റെ ചൂട് മതി നമുക്കതൊന്ന് മൂത്ത് കിട്ടാനായിട്ട്. ഇപ്പോൾ ഇവിടെ പാകത്തിന് തന്നെ പൊടികളെല്ലാം മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വിനാഗിരി നന്നായിട്ട് ചൂടാറി ഇരിപ്പുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ പൊടിയും വിനാഗിരിയെല്ലാം നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. നെല്ലിക്കയും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം.
ഈ സമയം തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയെല്ലാം ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റായിട്ടുള്ള നമ്മുടെ നെല്ലിക്ക അച്ചാർ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ കുപ്പിയിലേക്ക് നിറയ്ക്കാവുള്ളൂ. അപ്പോൾ ഇത് ചൂടാറി വരുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും. ഇപ്പോൾ ഇവിടെ അച്ചാർ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇത് കണ്ട നമ്മുടെ അച്ചാർ കുറച്ചും കൂടി ഒന്ന് തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങിയിരിക്കുന്ന കുപ്പികളിലേക്ക് നമുക്ക് നിറച്ച് കൊടുക്കാം. അപ്പോൾ എപ്പോഴും അച്ചാർ ഒരു വലിയ കുപ്പിയിൽ നിറയ്ക്കുന്നതിനേക്കാളും ഇതുപോലെ ചെറിയ ചെറിയ കുപ്പികളിൽ ആക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ അച്ചാർ ഇട്ട് വെക്കുന്ന കുപ്പി അടച്ച് വെക്കുന്നതിന് മുമ്പ് അതിൻ്റെ സൈഡിൽ പറ്റിയതെല്ലാം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ അടച്ച് വെക്കാവുള്ളൂ. അടച്ച് വെക്കുമ്പോൾ മുകളിലായിട്ട് ഇതുപോലെ ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം അടച്ച് വെക്കുവാണെങ്കിൽ ഒട്ടും തന്നെ എയറൊന്നും കയറാതെ നന്നായിട്ട് തന്നെ നമുക്ക് അച്ചാർ സൂക്ഷിക്കാൻ പറ്റും. നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ ഇരിക്കും നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന അച്ചാർ കേടാകാതെ ഇരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.